ഇനി 24 ഇമ്പാക്ട് വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കാനിങ്ങിലെ പിഴവിൽ അടിയന്തര റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തേടിയിരിക്കുന്നു. റേഡിയോളജി വിഭാഗം മേധാവിയോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. യുവാവിൻ്റെ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഗർഭപാത്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിയതായിരുന്നു പിഴവ്. അപ്പോൾ യുവാവ് പേടിച്ചു പോയി കാണുമല്ലോ, അദ്ദേഹത്തിന് യൂട്രസ് ഉണ്ടെന്ന് സർട്ടിഫൈ ചെയ്ത് കൈ കൊടുത്താൽ. ഷബീദ് റാവുത്തർ വിവരങ്ങളും അയച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ ഷബീദ്, യൂട്രസിൻ്റെ കാര്യം എന്തായി? ഗുഡ് മോർണിംഗ്. വിചിത്രമായിരുന്നു. അതായത് ഈ വാർത്ത നമ്മളിലേക്ക് എത്തിയപ്പോൾ നമ്മളും ഞെട്ടിപ്പോയി. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഈ വലിയ കാര്യങ്ങളിലൊക്കെ പിഴവ് സംഭവിച്ചാൽ നമുക്കറിയാം, നോട്ടക്കുറവിൻ്റെയൊക്കെയാണ്. പക്ഷേ ഒരു സ്കാനിംഗ് റിപ്പോർട്ട്, അതായത് ഒരു സാധാരണക്കാരൻ സ്കാനിങ്ങിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. ഒരു യുവാവാണ്, 24 വയസ്സുള്ള കഴക്കൂട്ടം സ്വദേശി ഷിഹാസാണ് എത്തിയത്. അയാൾ ഈ സ്കാനിങ് ആദ്യം റിപ്പോർട്ടൊക്കെ കൈ കിട്ടി. സാധാരണ മനുഷ്യനാണ്, അത് വായിച്ചാൽ മനസ്സിലാകില്ല. അതിനുശേഷം അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വരാൻ പറയുന്നു. അങ്ങനെ അതിനുശേഷം അയാൾ വയറുവേദന കുറവുള്ളതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാണ് മറ്റൊരു ആശുപത്രിയിൽ ഈ സ്കാനിംഗ് റിപ്പോർട്ടുമായി ചെന്നത്. അവിടെ എത്തിയപ്പോഴാണ്, അതായത് ഇയാളുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ മുകളിൽ എഴുതിയിരിക്കുന്നത് ഷിഹാസ് എന്നും 24 വയസ്സ് മെയിൽ എന്നൊക്കെയാണ്. എന്നാൽ ആ റിസൾട്ടിലാണ് ഈ ഗർഭപാത്രത്തെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചെത്തി. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോട് ഇക്കാര്യങ്ങൾ ചോദിച്ചു. അവിടെയാണ് ഗുരുതരമായ പിഴവ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനൊരു പിഴവ് സംഭവിച്ചു എന്ന് അറിഞ്ഞ ഉടനെ ഈ പഴയ റിപ്പോർട്ട്, അതായത് ഈ പിശക് പറ്റിയ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ കൈക്കലാക്കി അത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ പുതിയൊരു റിപ്പോർട്ട്, അത് വീണ്ടും സ്കാനിംഗ് പോലും നടത്താതെ പുതിയൊരു റിപ്പോർട്ട് ഇയാൾക്ക് തരപ്പെടുത്തി നൽകി എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പിഴവുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ ആരോഗ്യാവസ്ഥ എന്താണെന്നൊക്കെ അറിയാതെ വീണ്ടും ഒരു സ്കാനിംഗ് ഒക്കെ നടത്താതെയാണ് ആ റിപ്പോർട്ട് ഈ പിഴവൊളിപ്പിക്കാൻ വേണ്ടി ജീവനക്കാർ നടത്തിയത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണം അതല്ലെങ്കിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റേഡിയോളജി വിഭാഗം മേധാവിയോട് ഇക്കാര്യത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ആ റിപ്പോർട്ട് എത്തും. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന, ഈ പിഴവ് സംഭവിക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെ നടപടിയടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഉണ്ടാവുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ഒരു അനൗദ്യോഗിക വിശദീകരണം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നമ്മൾ തേടിയപ്പോൾ വന്നത്, സാധാരണ ഈ സ്കാനിംഗ് നടത്തി ഇത് പ്രിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മെയിൽ ഫീമെയിൽ പ്രോട്ടോകോൾ ഉണ്ടാകും. അത് അറിയാതെ ഈ പ്രിന്റിംഗ് ചെയ്യുന്ന സമയത്ത് കയറിക്കൂടിയത് പിശകാണ് എന്നുള്ളതാണ് അവിടുത്തെ വിശദീകരണം. ഏതായാലും ഇക്കാര്യത്തിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.